നിങ്ങൾ നല്ലൊരു രക്ഷിതാവാണോ? ആർ യു ബെസ്റ്റ് പാരൻറ്റ്? ഹൗ ടു പ്രൂവ് ഇറ്റ്? ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഞാനൊരു നല്ല ബെസ്റ്റ് പാരൻ്റാണെന്നുള്ളത്? ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതാണ് എനിക്ക് നല്ലൊരു പാരൻ്റ് ആവണം. പക്ഷേ നമ്മളെ കുട്ടികൾ എന്ന് പറയുന്നത് ആക്ച്വലി അവർ ട്രഷർ ഹൗസാണ്. പക്ഷേ പല പാരൻസിനും വീഴ്ച വരുന്നത് അവരെ പാരൻറ്റിങ്ങിൻ്റെ ശൈലികളിലാണ്. പ്രധാനമായും ഒരു ശൈലിയുണ്ട്, ഏകാധിപത്യ ശൈലി, അതോറിറ്റേറിയൻ പാരൻറ്റിങ്. മക്കളെ വളർത്തുന്ന അവസരത്തിൽ അമിതമായ നിയന്ത്രണം കൊടുത്ത് തീരെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. എൻ്റെ കുട്ടി നേരായ വഴിയിലൂടെ തന്നെ പോകണം, അവൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും പിഴവുകളും സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ വാശി പിടിക്കുന്ന രക്ഷിതാവ്, അങ്ങനെയുള്ള മക്കൾ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ദാഹിക്കും, പോസിറ്റീവ് സ്ട്രോക്കിന് വേണ്ടിയിട്ട് ദാഹിക്കും. അങ്ങനെ അവസാനം അവർ ഭാവിയിൽ ഒരിക്കലും ഈ രക്ഷിതാക്കൾക്ക് കിട്ടാത്ത തരത്തിലുള്ള മക്കളായിട്ട് മാറുന്നു. ഇതൊരു തരത്തിലുള്ള ശൈലിയാണ്. നമുക്കിതിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, ഇതൊരിക്കലും പോസിറ്റീവായ ഒരു ശൈലിയല്ല. വേറൊരു തരം രക്ഷിതാവുണ്ട്, മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ഓവർ പാമ്പറിങ് അല്ലെങ്കിൽ പെർമസീവ്, അമിതമായ സ്നേഹം കൊടുക്കുക, തീരെ തന്നെ നിയന്ത്രണമില്ല, കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇങ്ങനെ വളർത്തുന്ന മക്കൾ പിൽക്കാലങ്ങളിൽ അവരൊരു ടീനേജിലേക്ക് എത്തുന്ന അവസരത്തിലൊക്കെ രക്ഷിതാക്കൾക്കെതിരെ നിയന്ത്രണം വരും. ഇങ്ങനെയുള്ള മക്കൾ പലപ്പോഴും രക്ഷിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അമിതമായ സ്നേഹം കൊടുത്ത് തീരെ കൺട്രോളില്ല എന്ന് പറയുന്നൊരവസ്ഥയും നല്ലൊരു ശൈലിയല്ല. ഇപ്പോൾ ടോട്ടലി നിങ്ങൾ കൺഫ്യൂഷനിലാണ്, ഏതാണ് ബെസ്റ്റ് രീതി? ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ലോകത്തേറ്റവും ബെസ്റ്റ് പാരൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻറ്റിങ്ങിലെ റോൾ മോഡൽ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ശൈലിയുണ്ട്, ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയാം, ജനാധിപത്യ ശൈലി. എന്താണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ പാരൻറ്റിങ്? ജനാധിപത്യ ശൈലിയിലുള്ള പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പേരക്കുട്ടികൾ പള്ളിയിലേക്ക് കയറി വരുന്നത്. മിമ്പറിൽ നിന്ന് ഇറങ്ങി മുത്തുനബി ആ മക്കളെ കയ്യിലെടുത്ത് ചുംബനം കൊടുക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് നീട്ടിയതായ അവസരത്തിൽ നിസ്കാരത്തിന് ശേഷം സ്വഹാബത്ത് ചോദിക്കുകയാണ്, പ്രവാചകരെ എന്തിനാണ് സുജൂദ് നീട്ടാനുള്ള കാരണം? ആ സമയത്ത് പറയുകയാണ്, എൻ്റെ പേരക്കുട്ടികൾ തോളത്തുണ്ടായിരുന്നു. ആ സമയത്ത് വരെ നിസ്കാരം വരെ റസൂലുള്ള പിന്തിപ്പിക്കുകയായിരുന്നു. ശരിക്കും ഒരു മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നല്ല സ്നേഹം കൊടുത്ത് പ്രോത്സാഹനം കൊണ്ടുള്ളൊരു ശൈലിയാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതേ മഹാനായ റസൂലുള്ള ഒരു പ്രാവശ്യം പള്ളിയിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴത്തിൻ്റെ കൊട്ട വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പേരക്കുട്ടി വന്ന് അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് വായിലേക്ക് ഇട്ടപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് ചെയ്തത് നേരെ പോയി കുട്ടിയുടെ വായിൽ നിന്ന് ആ ഈത്തപ്പഴം എടുത്തു മാറ്റി. ചെറിയ കുട്ടിയല്ലേ, കഴിച്ചോട്ടെ എന്നൊരിക്കലും മഹാനായ റസൂലുള്ള അവിടെ ചിന്തിച്ചില്ല. ഇവിടെയാണ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഡെമോക്രാറ്റിക് സ്റ്റൈൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല സ്നേഹം കൊടുക്കുക, നല്ല പ്രോത്സാഹനം കൊടുക്കുക, അഥവാ കുട്ടികൾ എന്തെങ്കിലും മോശത്തരം ചെയ്യുകയാണെങ്കിൽ ഒരു നിയന്ത്രണം. നിങ്ങൾ ഈ ശൈലിയിലാണോ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളോട് മക്കൾക്ക് നല്ല സ്നേഹമാണ്, കുട്ടികളെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുമുണ്ട്. ഇങ്ങനെയുള്ളൊരു രക്ഷിതാവായിട്ട് മാറുക. ഒരിക്കലും ഏകാധിപത്യ ശൈലിയിലുള്ള പോലീസ് ഫാദർ, പോലീസ് മദർ എന്ന ശൈലിയിലേക്ക് പോകരുത്. ഒരിക്കലും നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടുകയില്ല. രണ്ടാമത്തെ ശൈലിയായ ഓവർ പാമ്പറിങ്, മക്കൾക്ക് സ്നേഹം മാത്രം കൊടുത്ത് തീരെ തന്നെ നിയന്ത്രണം ഇല്ല എന്നൊരവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ തികച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ബെസ്റ്റ് പാരൻറ്റിങ് ടൈപ്പ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സ്റ്റൈലാണ്. മക്കൾക്ക് നല്ല സ്നേഹം കൊടുക്കുക, ആവശ്യമുള്ള സമയത്ത് നിയന്ത്രണം. ഈ ഒരു ശൈലി ഫോളോ ചെയ്യുക. യു വിൽ ബി ദ ബെസ്റ്റ് പാരൻറ്റ്. താങ്ക് യു. ബൈ.